ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് വേറൊരു ആംഗിൾ ഉണ്ട്, അത് നിങ്ങൾ ദയവേത് ശ്രദ്ധിക്കണം. ഇതിനകത്തൊരു കോവേർഷൻ അല്ലെങ്കിൽ ഒരു റേപ്പ് എലമെന്റ് ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ദയവേത് നിങ്ങൾ അതിജീവിതയുടെ പേരും മറ്റു വിവരങ്ങളും പബ്ലിഷ് ചെയ്യാതിരിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ അതിജീവിത കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള തുടർ നടപടികൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും കഴിഞ്ഞിട്ട് ഈ മരണ കാരണം ഇപ്പോൾ വെളിപ്പെടുത്താൻ പറ്റുള്ളൂ. അല്ല, അത് അങ്ങനെ ഒരു ആംഗിൾ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ അത് അറിയാൻ പറ്റൂ. അപ്പോൾ അതിജീവിതയുടെ ഭാഗത്തു നിന്നുള്ള മൊഴി ഇപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ, അതിജീവിതയുടെ കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് പറയാൻ പറ്റില്ല. പാരൻസിന് ഇതിനെക്കുറിച്ച് അറിവില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പാരൻസിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ല. പാരൻസ് അറിഞ്ഞിരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അറിഞ്ഞിരുന്നില്ല. പെട്ടെന്നുള്ള ഒരു പാനിക്കിലായിരിക്കാം. കുറച്ച് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. ഒരു 3 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചത്. ഈ പ്രസവം കഴിഞ്ഞ് ഒരു 3 മണിക്കൂറിന് ശേഷമാണ് ഇത് സംഭവിച്ചത്. അങ്ങനെ ഒരു പാനിക് ആയിരുന്നു. പക്ഷെ പാരൻസ് ഇത് അറിഞ്ഞിട്ടില്ല. പാരൻസിന്റെ അറിവോടുകൂടി അല്ല ഈ ഇൻസിഡന്റ് നടന്നിരിക്കുന്നതാണ് പ്രഥമ അന്വേഷണത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അത് നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ നമ്മൾ വ്യക്തമായി പറയാൻ സാധിക്കൂ. കാരണം ഈ കുട്ടി ജനിച്ചപ്പോഴേ ചാപിള്ളയാണോ അതോ മർഡർ ആണോ എന്നുള്ളതും ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും കഴിഞ്ഞ് നമുക്ക് അത് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. മൈനർ അല്ല, 23 വയസ്സാണ് പ്രായം. പക്ഷെ അതിജീവിത ഈ ഒരു ആംഗിൾ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ പേര് വിവരങ്ങൾ പുറത്ത് പറയാൻ സാധിക്കില്ല. സർവൈവറിന്റെ മൊഴിയെടുപ്പിൽ നിന്ന് അങ്ങനെ ഒരു ആംഗിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ബാക്കി വ്യക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ്. ആ വൈദ്യസഹായവും അതിന് തുടർന്ന് അറസ്റ്റും ബാക്കി ഫോർമാലിറ്റീസും ഉടനെ തന്നെ ചെയ്യുന്നതാണ്. പാരന്റ്സ് ഇൻവോൾവ് അല്ല. എന്നാണ് പാരന്റ്സ് അറിഞ്ഞിട്ടില്ല. ഏതിന്റെ അല്ല, അതാണ് ഞാൻ പറഞ്ഞ. അതിനകത്ത് ഇനിയും ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് അതിജീവിതയുടെ ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ അതിന്റെ എക്സ്റ്റെൻഡ് ഓഫ് ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ ആ അക്യൂസ്ഡിന്റെ എക്സ്റ്റെൻഡ് ഓഫ് ഇൻവോൾവ്മെന്റ് എത്രയാണെന്നുള്ളത് അത് ബാക്കി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. രക്ഷകർത്താക്കൾക്ക് അറിയില്ലായിരുന്നു. പാരന്റ്സിന് അറിയില്ലായിരുന്നു. മരിച്ച കുട്ടി ഇന്ന് രാവിലെയാണ് പ്രസവം നടന്നത്. ഏകദേശം 5 മണിയോടെ. പിന്നെ 8 മണിക്കാണ് ഈ സംഭവം നടന്നത്. അതിനുശേഷം ഇപ്പൊ 3 മണിക്കൂർ വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല. ഈ കുട്ടി ഡോർ ലോക്ക് ചെയ്തിട്ട് ബാത്റൂമിനുള്ളിലായിരുന്നു ഈ സംഭവം, ഇൻസിഡന്റ് നടന്നത്. ബാൽക്കണി നടന്നത്. മാസമില്ല, ഇന്ന് രാവിലെയാണ്. 3 മണിക്കൂർ. അത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ അത് പറയാൻ പറ്റുള്ളൂ. വീട്ടിനകത്തേക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ട് റോഡിലേക്ക് എറിഞ്ഞു. അത് കുഞ്ഞിന്റെ അമ്മ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പാരന്റ്സിന്റെ കൂടെ തന്നെയാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. വിസിബിൾ അല്ലായിരുന്നു എന്നാണ് പാരന്റ്സ് പറഞ്ഞത്. അപ്പൊ അവർക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു എന്നാണ്. അതെ. വിക്ടിമിന്റെ സ്റ്റേറ്റ്മെന്റ് ലൈവ് ബർത്ത് ആണെന്നാണോ അതോ ചാബിളാണോ? അത് നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റൂ. അത് വെദർ ഇറ്റ് ഇസ് എ സ്റ്റിൽ ബോൺ ചൈൽഡ് ഓർ വെദർ ഇറ്റ് ഇസ് ലൈവ് ബേബി. അതാണ് ഞാൻ പറഞ്ഞത്. അത് ആ ഒരു ഭാഗം നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. കൺഫെഷനിൽ അത് പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ ഒരു ഷോക്കിലും പാനിക്കിലും ആണ് അതിജീവിതം ഇപ്പോൾ ഇരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. അശ്വതിയിലേക്ക് വീണ്ടും എത്തുന്നു. അശ്വതി, പോലീസ് പറയുന്നതനുസരിച്ച് അതിജീവിത ഒരു റേപ്പിന് ഇരയായിട്ടുണ്ടോ, പീഡനത്തിന് ഇരയായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക്, പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഇത് സംബന്ധിച്ചുള്ള അറിവില്ല തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. എന്തൊക്കെയാണ് പോലീസ് പറഞ്ഞു വെക്കുന്നത്?
ഫിജി ഇക്കാര്യത്തിൽ ഈ പെൺകുട്ടി ഇന്ന് രാവിലെ 5:30-6 മണിയോട് കൂടിയാണ് ഈ പ്രസവം നടക്കുന്നത്. അത് ബാത്റൂമിലായിരുന്നു പ്രസവിച്ചത്. അതിനുശേഷം ഈ പെൺകുട്ടി വളരെ പാനിക് ആവുകയും ഈ കുട്ടിയെ ഈ താഴേക്ക് വലിച്ചെറിയുകയുമാണ് ചെയ്തത്. പൊതിഞ്ഞ് വലിച്ചെറിയുകയുമാണ് ചെയ്തതെന്നാണ് പോലീസിന് ലഭിക്കുന്ന പ്രാഥമിക വിവരം. പക്ഷേ ഈ കുട്ടി ചാപിള്ളയായിട്ടാണോ ജനിച്ചത് എന്ന ഒരു സംശയവും കൂടി പോലീസ് കരുതുന്നുണ്ട്. ഒപ്പം തന്നെ ഇത് കൊലപാതകമാണോ എന്ന സംശയമുണ്ട്. ഒപ്പം തന്നെ ഇത് വലിച്ചെറിഞ്ഞപ്പോഴാണ് ഈ കുട്ടി മരിച്ചത് എന്നൊരു സംശയമുണ്ട്. ഇതിനൊരു കൃത്യമായ ഒരു വിശദീകരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമായിരിക്കും പോലീസിന് നൽകാനായിട്ട് സാധിക്കുക. അത് തന്നെയാണ് കമ്മീഷണറും വ്യക്തമാക്കുന്നത്. ഇത് ഒരു കൃത്യമായ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എങ്ങനെയാണ് ഈ കുട്ടി മരിച്ചത്, ഈ കുഞ്ഞ് മരിച്ചത് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരാനുണ്ട്.